ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പഴം വെച്ചിട്ടൊരു കിഡിലൻ സ്നാക്കാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം സൈസിലുള്ള പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പഴം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീനട്ട് വറുത്ത കടല ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കടല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കടലയ്ക്ക് പകരം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് പഴക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അവസാനമായിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അവൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. വെള്ള അവലായാലും ഇതുപോലെ ബ്രൗൺ കളറുള്ള അവലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമുള്ള അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്ത സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ അവൽ വേണം തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ അവൽ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിന് അടുത്തായിട്ട് അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ നല്ലതാണ്, കാരണം ഇത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. പിന്നെ നല്ല പഴുത്ത പഴക്കാണെങ്കിൽ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഉടഞ്ഞ് കിട്ടും. പിന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പഴം പാകം പഴുപ്പായത് കാരണം ഒരുപാട് ലൂസായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയതാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ പഴുപ്പ് കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ചെറിയൊരു കഷ്ണം പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പഴത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്റർ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്, കൂടുതൽ കട്ടിയായിട്ട് പോവേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
ഇനി നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഓരോന്നാക്കി എടുത്തിട്ട് ബാറ്ററിലൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം കളറൊക്കെ മാറി ഒന്ന് ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മറിച്ചിടുന്ന സമയത്ത് ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൽ ആ ഒരു കോട്ടിങ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ട് ഭാഗവും കളറൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.